2023 പാസ്സാക്കി കഴിഞ്ഞു. പക്ഷേ അത് നിയമമായിട്ട് നടപ്പിലാക്കുന്നില്ല. അവിടെയാണ് ഇപ്പോൾ ഒരു ഭേദഗതി കൊണ്ടുവരുന്നത്. നേരത്തെ ഡോക്ടർ ജി വി ഹരി ചൂണ്ടിക്കാണിച്ചതുപോലെ 2011 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ് ആ ഒരു ഭേദഗതി അല്ലേ. അതിലാണ് കോൺഗ്രസിൻ്റെ എതിർപ്പ്. അതിൽ അവർ ആശങ്കപ്പെടുന്നു. ഈ വനിതകൾക്ക് 33% സംവരണം അത് നാളെ നടപ്പിലാക്കിയാലും കോൺഗ്രസ് സ്വാഗതം ചെയ്യും എന്നാണ് പറയുന്നത്. എൻ്റെ ബഹുമാന്യനായ സുഹൃത്താണ് ഡോക്ടർ ഹരി. അദ്ദേഹത്തിൻ്റെ വിയോജന ആശയങ്ങൾ ഞാൻ അതേപോലെ ഉൾക്കൊള്ളുകയാണ്. പക്ഷേ ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് എനിക്ക് പറയാനുണ്ട്, പ്രേക്ഷകരോടും പറയാനുണ്ട്. അതായത് മണ്ഡല പുനർനിർണയം എന്നുള്ളത് പുതിയ കാര്യമല്ല, അല്ലെ ഇപ്പോൾ ഉയർന്നു വന്ന ആശയവുമല്ല. മറിച്ച് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ മണ്ഡല പുനർനിർണയം എന്ന ആശയം നിലവിലുണ്ട്. മണ്ഡല പുനർനിർണയം എന്തിനു വേണ്ടിയാണ്? അപ്പം നമുക്കറിയാം, സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ഭാരതത്തിലെ ജനസംഖ്യ എത്രയാണ്, ഇന്ന് എത്രയാണ് എന്ന് നമുക്കറിയാം. അന്ന് നമ്മുടെ പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുമ്പോൾ, സംസ്ഥാന നിയമസഭകളിലെ അംഗങ്ങളുടെ എണ്ണം നിർണ്ണയിക്കുമ്പോൾ അന്ന് നിലവിലുള്ള ജനസംഖ്യയുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് അതൊക്കെ ചെയ്തിട്ടുള്ളത്. അന്നത്തെ അവസ്ഥയിൽ നിന്നൊരുപാട് നമ്മൾ മുന്നോട്ട് വന്നു. അന്നു തന്നെ ഉയർന്നു വന്ന ആശയം 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന സെൻസസിനെ അടിസ്ഥാനപ്പെടുത്തി, ജനസംഖ്യാ കണക്കെടുപ്പിനെ അടിസ്ഥാനപ്പെടുത്തി ജനപ്രാതിനിധ്യ നിയമത്തിൻ്റെ പിൻബലത്തിൽ ജനപ്രതിനിധികളുടെ എണ്ണത്തിൽ വ്യത്യാസങ്ങൾ വരണം, അല്ലെങ്കിൽ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണയിക്കണം എന്നൊരാശയം നേരത്തെ തന്നെയുണ്ട്. അപ്പോൾ ഓരോ 10 വർഷം കൂടുമ്പോഴും നടക്കുന്ന ജനസംഖ്യാ കണക്കെടുപ്പിനനുസരിച്ച് ജനപ്രതിനിധികൾ ഉണ്ടായി വരണം എന്നതാണ് താല്പര്യം. ആ താല്പര്യത്തിനനുസരിച്ചാണ് പുനർനിർണയം എന്ന ആശയത്തെ നമ്മൾ കാണേണ്ടത്. നോക്കൂ, ഡോക്ടർ ഹരി തന്നെ പറയുണ്ടായി, അദ്ദേഹം എന്നോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം അദ്ദേഹത്തിൻ്റെ ആശയ പ്രകടനത്തിൽ തന്നെ ഉണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അടിയന്തരാവസ്ഥ കാലത്ത് കൊണ്ടുവന്ന 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ പറഞ്ഞ ഫ്രീസ് ചെയ്യുക അല്ലെങ്കിൽ നിർത്തിവെക്കുക എന്നൊരു തലത്തിലേക്ക് നമ്മൾ വന്നത്. മണ്ഡല പുനർനിർണയം 971 സെൻസസ് കണക്കനുസരിച്ച്, ജനസംഖ്യാ കണക്കെടുപ്പനുസരിച്ച് മണ്ഡലം പുനർനിർണയം നടത്തണം എന്ന ആശയത്തെ ഫ്രീസ് ചെയ്തത് അടിയന്തരാവസ്ഥയിലെ 42ാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. അന്നത് നിർത്തിവെക്കുമ്പോൾ പറഞ്ഞിരുന്നത് 2001 എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2001 ഇത് പരിഗണിക്കാം എന്ന നിലയ്ക്കാണ് അന്ന് ആശയം ഉയർന്നു വന്നത്. പക്ഷേ 2001 വീണ്ടും നമ്മളത് മാറ്റിവെക്കുകയാണ്. 2006 എന്നൊരു വർഷമെടുത്തു. പിന്നീട് അത് 2026 എന്നതിലേക്ക് എത്തി. അപ്പോൾ ആ 2026 വർഷമാണ് ഇത്, നമുക്കതെല്ലാവർക്കും അറിയാം. അപ്പോൾ ഇവിടെ പ്രിയ സുഹൃത്ത് ഹരി തന്നെ പറഞ്ഞതുപോലെ 2023 സെപ്റ്റംബർ മാസം ഈ ബില്ല് നിയമമായതോടുകൂടി അന്ന് സോണിയാഗാന്ധി ചോദിച്ചു എന്ന് ഹരി തന്നെ പറഞ്ഞല്ലോ. അതായത് നിങ്ങളിതെപ്പോൾ നടപ്പിലാക്കും, അല്ലെങ്കിൽ എന്തിനാണ് ഇതിങ്ങനെ വൈകിപ്പിക്കുന്നത് എന്ന് ചോദിക്കേണ്ടായി. ഇന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് ധൃതി പിടിച്ച് നടപ്പിലാക്കുന്നത് എന്നാണ്. എന്തുകൊണ്ട് വൈകിക്കുന്നു എന്ന് ചോദിച്ച അതേ ആളുകൾ ഇപ്പോഴെന്തിനാണ് ധൃതി കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അതിലൊരു വൈരുദ്ധ്യമുണ്ട്. ആ വൈരുദ്ധ്യം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒരുപാട് ആശങ്കകൾ അവരെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നുള്ളതാണ്. അതായത് അവർ വെച്ച് പുലർത്തുന്ന നയസമീപനങ്ങൾക്ക് വിരുദ്ധമായി, ഇപ്പോൾ സ്ത്രീകളെ ആദ്യമായി പ്രധാനമന്ത്രിയായി ഒരു വനിതയെ സംഭാവന ചെയ്ത പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്നൊക്കെ അദ്ദേഹം പറയേണ്ടായി. ശരിയാണ്, നമ്മളതിനെ മാനിക്കുന്നു. പക്ഷേ പിന്നീടുള്ള അവസ്ഥ എന്താണ്? പിന്നീട് എന്താണ് കാണാൻ സാധിക്കുന്നത്? നമ്മുടെ കേരളത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. എത്ര കഴിവുള്ള സ്ത്രീകൾ നമ്മുടെ കേരളത്തിലുണ്ട്, എല്ലാ പാർട്ടികളിലുമായിട്ട്. അല്ലെങ്കിൽ 2 പ്രധാനപ്പെട്ട മുഖ്യധാരാ രാഷ്ട്രീയ കക്ഷികൾ CPIM-ലും കോൺഗ്രസ്സിലും എത്ര പേരും ഉണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിൽ നമുക്കൊരു വനിതാ മുഖ്യമന്ത്രിയെ നിർമ്മിക്കാൻ, ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയാത്തത്? അതൊരു വലിയ ചോദ്യമല്ലേ. മറ്റൊന്ന്, അദ്ദേഹം തന്നെ പറഞ്ഞു, ലക്ഷദ്വീപ് ഈ മണ്ഡല പുനർനിർണയവുമായി ബന്ധപ്പെട്ട ചില ആശയങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ കണക്കെടുക്കേണ്ട കാര്യം അദ്ദേഹം തന്നെ സൂചിപ്പിച്ചു. ലക്ഷദ്വീപിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. ഞാൻ മറ്റൊരു കാര്യം പറയാം. ഇപ്പോൾ ഉത്തർപ്രദേശ്, വർഗീസ് ജോർജ് സാറ് പറഞ്ഞു, ഉത്തർപ്രദേശിൽ 80 പാർലമെൻറ്റ് അംഗങ്ങളുണ്ട്, കേരളത്തിൽ 20 ഈ 2 സംസ്ഥാനങ്ങളിലെയും ജനസംഖ്യ നമ്മളെന്നെടുത്ത് പരിശോധിച്ച് നോക്കൂ. കേരളത്തിൽ 3.5 കോടി ജനസംഖ്യയാണുള്ളത്. 3.5 കോടി ആളുകൾക്ക് 20 MP-മാരുണ്ട് എന്ന് വെച്ചാൽ ഒരു 16 ലക്ഷം 17 ലക്ഷം ആളുകൾക്കൊരാൾ എന്ന തരത്തിലാണ് കേരളത്തിൻ്റെ അവസ്ഥ.
ഉത്തർപ്രദേശിലോ 24 കോടിയാണ് ഉത്തർപ്രദേശിലെ ജനസംഖ്യ. 24 കോടി ജനസംഖ്യയുള്ള ഉത്തർപ്രദേശിൽ 80 MP-മാരാണ്. അപ്പോൾ കേരളത്തിൻ്റെ അനുപാതം നോക്കുക, അതായത് 80 MP-മാർ 24 കോടി ആളുകളെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഏകദേശം ഒരു 30 ലക്ഷം പേര് ഒരു പാർലമെൻറ്റ് മണ്ഡലത്തിൽ ജനസംഖ്യയായിട്ടുണ്ട്. 30 ലക്ഷം ആളുകൾക്കാണ് ഒരു MP. കേരളത്തിൽ 16 ലക്ഷം ആളുകൾക്കാണ് ഒരു MP. അപ്പോൾ ഇതിൽ വലിയൊരു അസന്തുലിതാവസ്ഥയല്ലേ. കേരളത്തിൻ്റെ അനുപാതം ഉത്തർപ്രദേശിന് പ്രാവർത്തികമാക്കുകയാണെങ്കിൽ എത്ര MP-മാർ നിലവിലുള്ള സാഹചര്യത്തിൽ തന്നെ ഉത്തർപ്രദേശിൽ ഉണ്ടാകണം? ഏറ്റവും ചുരുങ്ങിയത് 120 പേരെങ്കിലും വേണ്ടേ? പക്ഷേ 80ആണുള്ളത്. അപ്പം ലക്ഷദ്വീപിൽ ആ നിലക്ക് അദ്ദേഹം സൂചിപ്പിക്കേണ്ടായി. നോക്കൂ, നമ്മുടെ കേരളത്തിൽ ഈ ഉത്തർപ്രദേശും കേരളവും തന്നെ ഉദാഹരണമായി എടുത്താൽ, ആരാധ്യനായ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വാരാണസി മണ്ഡലത്തിൽ എനിക്ക് തോന്നുന്നു 20 ലക്ഷം, അതിനേക്കാൾ കുറച്ച് കൂടുതലൊക്കെയാണ് വോട്ടർമാരുള്ളത്, അല്ലെങ്കിൽ ജനസംഖ്യ ഉള്ളത്. വോട്ടർമാരല്ല, ജനസംഖ്യ. നമ്മുടെ കേരളത്തിലെ വയനാട് മണ്ഡലത്തിൽ ആദരണീയനായ പ്രധാനമന്ത്രി പ്രതിനിധാനം ചെയ്യുന്ന വാരാണസി മണ്ഡലത്തിൽ 20 ലക്ഷത്തിലേറെ ജനസംഖ്യയുള്ളപ്പോൾ കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് ബഹുമാന്യായ പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന വയനാട് മണ്ഡലത്തിൽ 14 ലക്ഷമാണ് ജനസംഖ്യ. അപ്പോൾ ഇത് വലിയൊരു അസന്തുലിതാവസ്ഥയാണ്. ആ അസന്തുലിതാവസ്ഥ മാറ്റുന്ന തരത്തിൽ തന്നെയാണ് മണ്ഡല പുനർനിർണയം വരാൻ പോകുന്നത്. ഇത് BJP-യുടെ ഏതെങ്കിലും ഒരു സംവിധാനത്തിലൂടെ സംഭവിക്കുന്നതുമല്ല. ആരും ആശങ്കപ്പെടേണ്ടതില്ല അക്കാര്യത്തിൽ. മണ്ഡല പുനർനിർണയത്തിന് ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ തന്നെ പ്രവർത്തിക്കാൻ പോവുകയാണ്. സുപ്രീം കോടതിയിലെ ജഡ്ജി അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത ഏതെങ്കിലും ജഡ്ജി, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ പ്രധാന ചുമതല വഹിക്കുന്നവർ, ഇവരൊക്കെ ഉൾക്കൊള്ളുന്ന കമ്മീഷനാണ് ഈ മണ്ഡല പുനർനിർണയം നടത്താൻ പോകുന്നത്. ഇതിന് ഒരുപാട് പ്രക്രിയകൾ ആവശ്യമായിട്ട് വരും. ഈ പ്രക്രിയകൾ വിജയകരമായി പക്ഷേ ഒരു മിനിറ്റ്, അതായത് ഞാനിപ്പോൾ ചോദിച്ചതിന് അങ്ങ് ഉത്തരം പറഞ്ഞാൽ വലിയ ഉപകാരമായിരുന്നു. കാരണം വെച്ചാൽ ആളുകൾ കൂടി മനസ്സിലാൻ വേണ്ടിയിട്ടാണ്. അങ്ങ് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് യോജിപ്പില്ല. അങ്ങ് ഇപ്പോൾ പറയുന്ന കാര്യങ്ങളോടല്ല ഞാൻ ചോദിച്ചൊരു വളരെ സുപ്രധാനമായിട്ടൊരു ചോദ്യമുണ്ട്. അതായത് ഈ അമെൻമെൻറ്റ്, ഇപ്പോഴുള്ള ഈ വനിതാ ബില്ലിൽ ഞങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത്, ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു അമെൻമെൻറ്റ് എന്ന് പറയുന്നത് ഡീലിമിറ്റേഷനുമായി ചേർക്കുന്നത്, അതിനാണല്ലോ ഈ അമെൻമെൻറ്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അതെന്തിനാണ് എന്നതാണ് എൻ്റെ ചോദ്യം. എൻ്റെ ചോദ്യം അത്രയേ ഉള്ളൂ. വളരെ ലളിതമായൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് അത് ഈ വരാൻ പോകുന്ന ഡീലിമിറ്റേഷനുമായി ഇതിനെ ചേർത്ത് കിട്ടുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. ശരി, ഞാൻ ഉത്തരം പറയാം പ്രിയപ്പെട്ട ഹരി. അതായത് നോക്കൂ, നമ്മളൊരു വലിയ ചുവടുവയ്പ്പാണ് നടത്താൻ പോകുന്നത്. 33% നമ്മുടെ സഹോദരിമാർ പാർലമെൻറ്റിലേക്ക് കടന്നു വരികയാണ് എന്നതൊരു സംഗതി. മറ്റൊന്ന്, നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ജനസംഖ്യാനുപാതികമായി ജനപ്രതിനിധികളെ എണ്ണം കൂട്ടണം. അപ്പോൾ ഇത് രണ്ടും ഒരു പരസ്പര ബന്ധിതമായ തരത്തിൽ വരുമ്പോഴാണ് അർത്ഥപൂർണമാകുന്നത്. ഇപ്പം നമുക്കറിയാമല്ലോ, സെൻട്രൽ വിസ്ത എന്ന പദ്ധതി അനുസരിച്ച് പുതിയ പാർലമെൻറ്റ് മന്ദിരം നിർമ്മിച്ചപ്പോൾ ഏതാണ്ട് 850-ലേറെ ആളുകൾക്ക് ഇരിക്കാവുന്ന സംവിധാനം നമ്മൾ അവിടെ ചെയ്തു. എന്തായിരിക്കും അങ്ങനെ ചെയ്യാനുള്ള കാരണം? ഭാവിയിൽ എപ്പോഴെങ്കിലും ഈ പറയുന്ന ജനസംഖ്യാനുപാതികമായ എണ്ണം വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ പാർലമെൻറ്റ് അംഗങ്ങൾക്ക് സുഗമമായി പാർലമെൻറ്റ് നടപടികളിൽ പങ്കെടുക്കാൻ ആവശ്യമായ സൗകര്യം എന്ന നിലക്കാണല്ലോ. അപ്പോൾ അത് വേണം എന്നുള്ളതൊന്ന്. നമ്മൾ പാസ്സാക്കി വെച്ച വനിതാ സംവരണ ബില്ല്, ഇത് രണ്ടും പരസ്പരം ചേർത്ത് നമ്മൾ നിർവഹിക്കുമ്പോഴാണ് കൂടുതൽ ഫലപ്രദമായി വരുന്നത്. അതുകൊണ്ടാണ് മണ്ഡല പുനർനിർണയം. 3 ബില്ലുകളെ കുറിച്ച് നേരത്തെ അനിൽജി അത് സൂചിപ്പിച്ചില്ല. 3 പ്രധാന ബില്ലുകളാണ് ഈ പ്രത്യേക സെഷനിൽ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്, തീരുമാനിക്കപ്പെടാൻ പോകുന്നത്. അപ്പോൾ അതിലേറ്റവും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ 2 വനിതാ സംവരണ ഭേദഗതി ബില്ലും അതുപോലെ മണ്ഡല പുനർനിർണയ ബില്ലുമാണ്. ഇത് രണ്ടും പരസ്പര ബന്ധിതമാണ് എന്നതുകൊണ്ടാണ്. ഹരി, ഞാനൊന്ന് പൂർത്തിയാക്കിക്കൊള്ളട്ടെ. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരമായിട്ടാണ് ഞാൻ പറയുന്നത്. അതായത് ഈ സ്ത്രീ സംവരണത്തിലൂടെ കടന്നു വരുന്ന സ്ത്രീകളുടെ എണ്ണം, അതേപോലെ ഇന്ന് നിലവിലുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം, ഈ രണ്ടും വർധനവിലേക്ക് വരാൻ പോവുകയാണ്. ആ വർധനവ് പരസ്പര ബന്ധിതമായി നമ്മൾ അങ്ങനെ കൊണ്ടുവരുമ്പോൾ അതിന് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ആ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത് രണ്ടും രണ്ടായി നടത്തേണ്ടതല്ല, അല്ലെങ്കിൽ രണ്ടും ഒരുമിച്ച് തന്നെയാണ് നടത്തേണ്ടത് എന്ന യുക്തിസഹമായ ശാസ്ത്രശുദ്ധമായ നിലപാടും കാഴ്ചപ്പാടുമാണ് വനിതാ സംവരണ ബിൽ നടപ്പിലാക്കാൻ ആവശ്യമായ ഒരു ഭേദഗതിയും, ഭരണഘടനാ ഭേദഗതിയും അതോടൊപ്പം മണ്ഡല പുനർനിർണയവും എന്ന ആശയത്തിലേക്ക് കേന്ദ്ര സർക്കാർ വരുന്നത്. അതിൽ എന്താണ് പ്രശ്നം എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഇതിലെന്താണ് പ്രശ്നം? നേരത്തെ പറഞ്ഞല്ലോ, സോണിയാഗാന്ധി ചോദിച്ച കാര്യം ഡോക്ടർ ഹരി തന്നെ പറഞ്ഞല്ലോ.
എന്തുകൊണ്ട് എപ്പോഴാണ് നിങ്ങൾ നടപ്പിലാക്കാൻ പോകുന്നത് എന്നൊരു ചോദ്യം സോണിയാഗാന്ധി ചോദിച്ചു എന്ന് പറഞ്ഞല്ലോ. ഇതാ നടപ്പിലാക്കാൻ പോകുന്നു. ശുഭസ്യ ശീഘ്രം എന്നതാണല്ലോ നമ്മളൊക്കെ അനുവർത്തിച്ചു വരുന്ന ഒരു രീതി. നല്ല കാര്യം വളരെ പെട്ടെന്ന് നടക്കട്ടെ. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് 2029 നടക്കാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പോടുകൂടി വനിതാ സംവരണ നിയമം നടപ്പിലാകണം. അതോടൊപ്പം നമ്മുടെ പാർലമെന്റിൽ അംഗങ്ങളുടെ എണ്ണവും ജനസംഖ്യാനുപാതികമായി കൂടി വരണം. അതിൻ്റെ ആനുകൂല്യം കൂടി നമ്മുടെ വനിതകൾക്ക് ലഭ്യമാകണം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ 543 അംഗങ്ങളുള്ള ഭാരത പാർലമെന്റിലെ അംഗസംഖ്യയുടെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന സ്ത്രീ സംവരണം നടപ്പിലാക്കുകയാണെങ്കിൽ 33% എത്ര വരും? നമ്മൾ ആ കണക്കെടുത്ത് നോക്കും. അതേ സമയത്ത് മണ്ഡല പുനർനിർണയത്തിലൂടെ അംഗസംഖ്യ വർദ്ധിക്കുമ്പോൾ അത്രയും കൂടുതൽ അംഗസംഖ്യ സ്ത്രീകളുടേതായിട്ടും വരും, പുരുഷന്മാരുടേതായിട്ടും വരും. അപ്പോൾ സന്തുലിതമായ ഒരു അവസ്ഥയും വരും. വളരെ ശക്തമായ ഒരു പാർലമെന്റ് സംവിധാനവും നിലവിൽ വരും. അതാണ് ഡോക്ടർ ഹരിയോടുള്ള അദ്ദേഹത്തിൻ്റെ ചോദ്യത്തോടുള്ള എൻ്റെ പ്രതികരണം. ഓക്കെ, ഡോക്ടർ ഹരി അലട്ടുന്നത് ഹിന്ദി ഹൃദയ ഭൂമികയിൽ മണ്ഡലങ്ങളുടെ എണ്ണമൊക്കെ കൂടിക്കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും കോൺഗ്രസിന് അധികാരത്തിലെത്താൻ പറ്റുമോ എന്നുള്ള ആശങ്കയാണ് അലട്ടുന്നത്. ഭാഷ